പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് ഒരു വചനം വായിച്ച് പ്രാർത്ഥിക്കാം. ഫിലിപ്പിയർ എഴുതിയ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതുമൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയ്ക്കോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. നമ്മൾ എന്ത് തരത്തിലുള്ള ചിന്തയായിരിക്കണം എന്നുള്ളതാണ് ഈ വചനം കാണിക്കുന്നത്. ഇന്നെൻ്റെ മനസ്സിൽ രാവിലെ കടന്നു വന്ന ചിന്ത, എന്തിനാണ് നമ്മൾ വാട്ടർ പ്ലാന്റൊക്കെ വെച്ചേക്കുന്നത്? വാട്ടർ പ്യൂരിഫയർ എന്തിനാണ് വെച്ചിരിക്കുന്നത്? വീടുകളിൽ വാട്ടർ പ്യൂരിഫയർ ഉണ്ട്, അല്ലെ വെള്ളം തിളപ്പിച്ച് കുടിക്കും, അല്ലെ ബോട്ടിൽഡ് വെള്ളം വാങ്ങിയാണ് നമ്മൾ കുടിക്കുന്നത്. പൈപ്പിലെ വെള്ളം ഡയറക്റ്റായിട്ട് കുടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മൾ വെള്ളം ക്ലീൻ ആയിട്ടുള്ളത് കുടിക്കാൻ ആഗ്രഹിക്കുന്നത്? എന്തുകൊണ്ടാണ് പാചകം ചെയ്യുമ്പോൾ ഭക്ഷണങ്ങൾ ശുദ്ധമാക്കി നന്നായിട്ട് കഴുകി, പച്ചക്കറിയെല്ലാം കഴുകി പാചകം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? നമ്മൾ അഴുക്കായതും കേടായതും ഒന്നും കഴിക്കാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മളിപ്പോൾ തന്നെ ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ മാസ്ക് വെച്ചുകൊണ്ട് എന്തിനാണ് നടക്കുന്നത്? കോവിഡ് ഇല്ലാത്ത കാലത്തിലും മാസ്ക് വയ്ക്കുമായിരുന്നു, പൊല്യൂഷൻ കാരണം. ഒരു വിധത്തിൽ നോക്കുമ്പോൾ നമ്മളെപ്പോഴും നമ്മളെ തന്നെ പൊല്യൂഷനിൽ നിന്നും, വേണ്ടാത്ത വസ്തുക്കളിൽ നിന്നും നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. എപ്പോഴും എല്ലാത്തിൽ നിന്നൊരു ഫിൽട്ടർ ചെയ്യും. ചായ ഉണ്ടാക്കിയാലും ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. എന്തിനാണ്? ആ ചായയുടെ മട്ട് നമ്മളുടെ ചായ നമ്മൾ കുടിക്കുമ്പോൾ അത് വരാതിരിക്കാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ തോട്ട്സ് മാത്രം എന്താണ് നമ്മൾ ഫിൽറ്റർ ചെയ്യാത്തത്? തോട്ട്സ് ആയിക്കൊള്ളട്ടെ എന്ന് നമ്മൾ വിട്ടുകൊടുക്കുന്നത് എന്തിനാണ്? നമ്മളുടെ മനസ്സിൽ കടന്നു വരുന്ന തോട്ട്സ് എല്ലാം നമ്മൾ തന്നെ ചിന്തിക്കുന്നതാകണമെന്നില്ല. നമ്മൾ കാണുന്ന കാഴ്ചകൾ, പത്രത്തിൽ വായിക്കുന്നത്, ടി വിയിൽ കാണുന്നത്, മൂവിയിൽ കാണുന്നത്, അല്ലെങ്കിൽ ഡ്രീമിൽ കാണുന്ന പല വിധത്തിലുള്ള ചിന്തകളാണ് നമ്മളുടെ മനസ്സിലോട്ട് കടന്നു വരുന്നത്. നമ്മൾ ആ സമയം മറ്റുള്ളവർ സംസാരിച്ചത്, കഴിഞ്ഞ ദിവസം എന്തൊക്കെ ചർച്ച ചെയ്തു, എന്തിനെക്കുറിച്ച് ആലോചിച്ചു, തോട്ട്സിനെ ഫിൽറ്റർ ചെയ്യേണ്ട സമയമാണിപ്പോൾ. ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നമ്മളെ അലട്ടുന്നതും വിഷമിപ്പിക്കുന്നതും, അല്ലെങ്കിൽ അൺസെറ്റിൽഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കിടപ്പുണ്ടെങ്കിൽ അത് ദൈവവുമായിട്ട് സംസാരിച്ച് അത് തീർക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മുഴുവനായിട്ട് പറഞ്ഞ് കാര്യങ്ങൾ തുറന്ന് കർത്താവിനോട് പറഞ്ഞ് അത് സെറ്റിൽ ചെയ്യണം. അതെന്തും ആയിക്കോട്ടെ, അത് നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യവും ആയിക്കോട്ടെ. പക്ഷേ അത് അൺസെറ്റിൽഡ് ആയിട്ട് എന്തെങ്കിലും തോട്ട്സ് ഇരിക്കുവാണെങ്കിൽ അതിൽ നിന്നും ക്ലിയർ ആവാൻ വേണ്ടി ദൈവത്തിൻ്റെ അടുത്ത് സംസാരിക്കണം പ്രാർത്ഥനയിൽ. അങ്ങനെ നമ്മുടെ തോട്ട്സിനെ ഫിൽറ്റർ ചെയ്ത് പ്യുവറാക്കണം എന്നാണ് വചനം പറയുന്നത്. ദൈവഹിതപ്രകാരം ഉള്ള ജീവിതം നമ്മൾ നയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ദൈവജീവിത പ്രകാരം നമ്മളുടെ തോട്ട്സിനെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ ഫിൽറ്റേർഡ് ആയിട്ടുള്ള തോട്ട്സ് മാത്രമേ നമ്മൾക്ക് ഉണ്ടാകാൻ പാടുള്ളൂ. അതായത് പരിശുദ്ധ വചനപ്രകാരം ഓരോ ചിന്തയെയും നമ്മൾ അനലൈസ് ചെയ്ത് നോക്കണം. പണ്ട് ഇങ്ങനെ അസ്യൂം ചെയ്യുമായിരുന്നു. എൻ്റെ മൈൻഡിൽ ഒരു കൗണ്ടർ ഇരിക്കുന്ന, ഒരു റിസപ്ഷൻ മാതിരി ഒരു ടേബിൾ, അതിലൊരു വ്യക്തി ഇരിക്കുകയാണ്, ഞാൻ തന്നെ ഇരിക്കുകയാണ്. വരുന്ന തോട്ട്സിനെ ഓരോന്നായിട്ട് ചെക്ക് ചെയ്തിട്ടേ അകത്ത് കടത്തി വിടുന്നുള്ളൂ. ചെക്ക് ചെയ്യുമ്പോൾ നോക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണോ അതോ അല്ലയോ. പരിശുദ്ധാത്മാവിൽ നിന്നല്ലാത്ത ഒന്നും അകത്തോട്ട് കടത്തി വിടണ്ട എന്നാണ് അവിടുത്തെ തീരുമാനം. അപ്പോൾ അങ്ങനെ നമ്മളുടെ മൈൻഡിന് ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കാൻ വളരെ അതൊരു പ്രാക്ടീസ് ആവശ്യമുണ്ട്. പക്ഷെ പ്രാക്ടീസ് ചെയ്ത് നമ്മളത് ചെയ്യുവാണെങ്കിൽ, റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളെ കൊണ്ട് കഴിയും.
വരുന്ന തോട്ട്സ് എല്ലാം ആരുടെയാണ്? ദൈവത്തിൻ്റേതാണോ അല്ലയോ? ദൈവത്തിൻ്റെ തോട്ട്സ് ഒരിക്കലും നമ്മളെ കൺഫ്യൂസ് ആക്കത്തില്ല. ദൈവത്തിൻ്റെ തോട്ട്സ് നമ്മളെ ഒരിക്കലും അടിച്ചമർത്തുന്നില്ല, ഭയപ്പെടുത്തുന്നില്ല. എപ്പോഴും ദൈവത്തിൻ്റെ തോട്ട്സ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ, പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വഴക്ക് പറയുന്ന തോട്ട്സും ഉണ്ടായിരിക്കും, ഇത് ശരിയല്ല, എന്നാൽ അതിൻ്റെ എൻഡ് റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കും. ദൈവത്തിൻ്റെ തോട്ട്സ് ഒരിക്കലും നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നില്ല. ദൈവത്തിൻ്റെ തോട്ട്സ് ഒരിക്കലും നമ്മളെ തെറ്റായ വഴി നയിക്കുന്നില്ല. ദൈവത്തിൽ നിന്നുള്ള തോട്ട്സ് ഒരിക്കലും നമ്മളെ ചവിട്ടി താഴ്ത്തുന്നില്ല. അപ്പം നമ്മൾ തോട്ട്സിനെ ഫിൽറ്റർ ചെയ്യാം. വചനം പറയുന്ന പോലെ പ്യുവറായിട്ടുള്ള തോട്ട്സിലോട്ട് നമുക്ക് ജീവിക്കാം. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾക്കൊരവസരം തന്നു ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുവാൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ദൈവമേ നിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുന്നു. ഇന്നത്തെ ദിവസം നിൻ്റെ കരങ്ങളോട്ട് സമർപ്പിക്കുന്നു. യേശുവേ, ദൈവമേ, യേശുവേ, വെറും മനുഷ്യരായ ഞങ്ങളെ നീ സ്നേഹിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ മകനെ കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂസിഫൈ ചെയ്തു. ഞങ്ങളുടെ പാപത്തിന് വേണ്ടി കർത്താവിൻ്റെ രക്തവും ശരീരവും കൊടുത്ത് ഞങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു. അതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, എത്രത്തോളം പറഞ്ഞാലും മതി വരത്തില്ല. നിനക്ക് അത്രത്തോളം ഞങ്ങൾ നന്ദി ചെലുത്തുന്നു. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ, കുറ്റങ്ങളെല്ലാം നീ ഫൊഗീവ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇറ്റേണൽ ഫൊഗീവ്നെസ് ഞങ്ങൾക്കുണ്ട്, ദൈവത്തിൻ്റെ നിന്നുണ്ട്. അതിനായി സ്തോത്രം. ചില തെറ്റുകളെല്ലാം ഏറ്റു പറയേണ്ടതുണ്ട്. അത് പറയുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് നൽകണം. ഞങ്ങൾ പരിശുദ്ധിയിലോട്ട് വഴി നടത്തുന്നതിനാൽ സ്തോത്രം. ഇന്ന് ഫിലിപ്പിയർ 4:8 വായിച്ചതുപോലെ ഞങ്ങളുടെ ചിന്തകൾ ദൈവമേ പ്യൂറായിരിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്യൂരിറ്റി ഓഫ് തോട്ട്സ് ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മനസ്സിൽ കടന്നു വരുന്ന ഓരോ ചിന്തയും ചെക്ക് ചെയ്യുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് നൽകണേ. യേശുവേ, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്നത്തെ ദിവസം പൂർണ്ണമായി സമർപ്പിക്കുന്നു. യേശുവെ, കഴിഞ്ഞ ഓരോ ദിവസവും നീ ഞങ്ങളെ വഴി നടത്തി പോരുന്നു. കർത്താവെ, നീ പറഞ്ഞ ഓരോ വിഷയത്തിലും ഞങ്ങൾ ആലോചിക്കുവാനും അതിൽ ചെയ്യുവാൻ പ്രവർത്തിക്കുവാനും ദൈവമേ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം നിൻ്റെ ഹിതപ്രകാരം ജീവിക്കാനുള്ള കൃപ നീ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ കടംപെട്ടിരിക്കുന്നു അവരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിപ്പാനുള്ള കൃപ നീ ഞങ്ങൾക്ക് നൽകണം. ദൈവം, ഒരു ദിവസം പോലും ഞങ്ങളുടെ ദൈവവേലയിൽ നിന്നും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്നും മാറിപ്പോകാതെ ഞങ്ങളെ കാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിട്ടുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ നീ അനുഗ്രഹിക്കണം. ദൈവമേ, യേശുവേ, എല്ലാ ആവശ്യങ്ങളും നീ ചെയ്തു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളെ വെറുക്കുന്നവരും ഞങ്ങളെ ഇഷ്ടപ്പെടാത്തവരുമായിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ നീ അനുഗ്രഹിക്കണം. നിൻ്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കണം. യേശുവേ, നിൻ്റെ വചനപ്രകാരം അവരെ നീ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവമേ, യേശുവേ, ഇന്ന് കർത്താവേ യേശുവേ, ഓരോ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും പലരും കഴിഞ്ഞു പോകുന്നു. യേശുവേ, ദൈവമേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ കൂടെ കർത്താവേ എന്തൊക്കെയോ പ്രയാസത്തിൽ പോകുന്നവരുണ്ട്. യേശുവേ, ജീവിതം തന്നെ ആരുടെടുത്തും പറയാൻ പറ്റാത്ത വിധം പ്രയാസങ്ങളിൽ പോകുന്നവരുണ്ട്. യേശുവേ, ഓരോരുത്തരെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. നിൻ്റെ കൃപ ധാരാളം കർത്താവേ പ്രയാസത്തിൻ്റെ മധ്യ ഇറങ്ങിച്ചെല്ലണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ദൈവമേ, വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവത്തിൻ്റെ കൃപ ധാരാളമായി അവരുടെ ജീവിതത്തിലോട്ട് കടന്നു വരുവാൻ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സ്നേഹത്തിൽ അവരെ കരുതണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തണേ കർത്താവേ. നിൻ്റെ കർത്താവേ, എവർ ലാസ്റ്റിംഗ് ആംസ് ആർ വിത്ത് ദം ഫാദർ ഗോഡ്. ദൈവമേ, നിത്യഭുജം അവരുടെ കൂടെ ഉണ്ട്. യേശുവേ, താങ്ങുന്ന ഭുജം കർത്താവേ. യേശുവേ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവമേ, കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആരോഗ്യമായി പ്രയാസപ്പെടുന്നത് കർത്താവേ, അസുഖങ്ങൾ രോഗങ്ങളെല്ലാം വന്ന് പ്രയാസപ്പെടുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗത്തിൽ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവേ, എന്തെങ്കിലും ട്യൂമേഴ്സ്, സിസ്റ്റർ കർത്താവേ, കിഡ്നീസിന് ട്രബിൾ, ഹാർട്ടിന് ട്രബിൾ കർത്താവേ, ലിവറിന് ട്രബിൾ, സ്പ്ലീനിന് ട്രബിൾ, ലങ്സിന് ട്രബിൾ, ബോൺസിന് ട്രബിൾ, കണ്ണുകൾക്ക് പ്രയാസം, തലവേദന, വയറുവേദന, മുതുവേദന, കൈവേദന, കാലുവേദന, ദൈവമേ, പലവിധ വേദനകൾ കണ്ട് പ്രയാസപ്പെടുന്നവർ, ദൈവമേ യേശുവേ, പലവിധ അസുഖങ്ങളിൽ കർത്താവേ, ഡയബറ്റീസ്, BP, കൊളസ്ട്രോൾ കർത്താവേ, നെർവ് പെയിൻ ഫാദർ ഗോഡ്,
ദൈവമേ യേശുവേ, ആർത്രൈറ്റിസ് കർത്താവേ, പല എന്തൊക്കെ വേദനകൾ എന്തൊക്കെ അസുഖങ്ങളുണ്ടെങ്കിലും നിൻ്റെ വചനം പറയുന്നു, എവ്രി നെയിം വിൽ ബൗ ബിഫോർ യു ഫാദർ ഗോഡ്. ദർ ഇസ് നോ നെയിം ദാറ്റ് ഇസ് അബവ് യുവർ നെയിം ജീസസ്. നിൻ്റെ നാമത്തിന് വലുതായ നാമം വേറൊന്നുമില്ല യേശുവേ. എല്ലാ നാവും നിൻ്റെ മുന്നിൽ കാലുമുട്ട് വണങ്ങും കർത്താവേ യേശു. അതുകൊണ്ട് ഈ പേരുകളെല്ലാം ഈ അസുഖങ്ങളെല്ലാം യേശുവേ നിൻ്റെ മുന്നിൽ മുട്ടുവണങ്ങി വീഴട്ടെ. ഹല്ലേലൂയ. ദൈവമേ, കുരിശിൽ നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത ത്യാഗം, ദൈവമേ യേശു, കുരിശിൽ നീ ഞങ്ങളെ കംപ്ലീറ്റായിട്ട് റെസ്റ്റോർ ചെയ്തിരിക്കുന്നു, ഹീൽ ചെയ്തിരിക്കുന്നു. ആ ഹീലിംഗ് ഞാൻ നിൻ്റെ മക്കളിൽ പറയുന്നു യേശുവെ. കംപ്ലീറ്റ് ഹീലിംഗ് റൈറ്റ് നൗ ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവെ. എല്ലാവിധ ഇൻഫർമിറ്റി, അസുഖം, സിക്നെസ്സിൻ്റെ ആത്മാവിനെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എതിർക്കുന്നു. ഹല്ലേലൂയ. റിയാഖറബ സിരിറ്റി അന്തേക്കി അന്തേ. താങ്ക് യു ഫാദർ, താങ്ക് യു ലോഡ്, താങ്ക് യു ലോഡ്, താങ്ക് യു ലോഡ്, താങ്ക് യു ലോഡ്. ദൈവമേ യേശുവെ, എല്ലാ ടോർമെൻറ്റിങ് സ്പിരിറ്റ്സിനെയും യേശുവിൻ്റെ നാമത്തിൽ ബൈൻഡ് ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ രഖാറാബാസെ, രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും ഞങ്ങൾക്ക് പേടിപ്പാനില്ല എന്ന് വചനത്തിൽ സങ്കീർത്തനം 91 പറഞ്ഞ ദൈവം, ആ വചനം ഞങ്ങൾ ഓരോരുത്തരും ക്ലെയിം ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ സ്തോത്രം. കർത്താവേ ദൈവമേ, നിൻ്റെ തിരുസന്നിധിയിൽ വസിക്കുന്നു, നിൻ്റെ കൃപയിൽ മറവിൽ ഞങ്ങൾ വസിക്കുന്നു, നിൻ്റെ ചിറകിൻ്റെ കീഴിൽ ഞങ്ങൾ ശരണം പ്രാപിച്ചിരിക്കുന്നു. ഒരു ബാധയും ഞങ്ങളുടെ കൂടാരത്തിന് അടുക്കേയില്ല. 1000 ഒരു വശത്തും 10,000 മറുവശത്തും വീഴുമെങ്കിലും ഒന്നും ഞങ്ങളോട് അടുക്കേയില്ല. ഇതെല്ലാം നിൻ്റെ വാഗ്ദത്തമാണ് കർത്താവേ യേശുവേ. നീ കളവ് പറയുന്ന ദൈവമല്ല, നീ സത്യം, നിൻ്റെ വചനം സത്യം സത്യമായി ഇത് പറയുന്നു യേശുവേ. ഇതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ ഞങ്ങൾ അർഹരാണ്, ഞങ്ങൾ നിൻ്റെ മക്കളാണ്. ഇറ്റ്സ് ആർ റൈറ്റ് ഫാദർ ഗോഡ്. സോ വി താങ്ക് യു ഫാദർ, വി താങ്ക് യു ലോർഡ് ജീസസ് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ടൈം ഫാദർ ഗോഡ്. ദൈവമേ നന്ദി 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 നന്ദി. നിൻ്റെ വിടുതലയ്ക്കായി നന്ദി, നിൻ്റെ കൃപയ്ക്കായി നന്ദി, നിൻ്റെ കരുതലിനായി നന്ദി, നിൻ്റെ സ്നേഹത്തിനായി നന്ദി യേശുവേ. ദൈവമേ ഈ സന്ദർഭം കർത്താവെ നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങൾ ഉപയോഗിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവെ, സ്തോത്രം ചെയ്യുന്നു, നിന്നെ പുകഴ്ത്തുന്നു കർത്താവെ. മഹത്വവും മാനവും നിനക്ക്. ഹല്ലേലൂയ. സ്തോത്രം. താങ്ക് യു ജീസസ്, താങ്ക് യു ഫാദർ, താങ്ക് യു ഫാദർ. താങ്ക് യു ലോഡ്, താങ്ക് യു ലോഡ്. മഹത്വവും മാനവും നിനക്ക് കർത്താവേ. ഓൾ ഗ്ലോറി, ഓണർ ആൻഡ് പ്രൈസ് ബിലോങ്സ് ടു യു ഫാദർ ഗോഡ്. താങ്ക് യു ജീസസ്, താങ്ക് യു ഫാദർ, താങ്ക് യു ലോഡ്, താങ്ക് യു ലോഡ്, താങ്ക് യു ജീസസ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്തുതി കർത്താവെ, സ്തുതി കർത്താവെ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവെ ഞങ്ങളെ വഴി നടത്തുക, പ്രാർത്ഥിക്കുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് നൽകണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, വീടുകളിൽ ബുദ്ധിമുട്ടുകളിൽ താമസിക്കുന്ന ബുദ്ധിമുട്ടുകൾ കർത്താവേ യേശുവേ, ദൈവമേ യേശു, റിലേഷൻഷിപ്പ് ഇഷ്യൂസിലിരിക്കുന്ന, ഫാമിലി പ്രോബ്ലമിലിരിക്കുന്ന നിൻ്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ കൃപ 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 കൃപ. മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, നിൻ്റെ കൃപ. വാർദ്ധക്യത്തിലിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, നിൻ്റെ കൃപ യേശുവേ, നിൻ്റെ കൃപ കൃപ. ദമ്പതികൾക്ക് ഓർത്ത് പ്രാർത്ഥിക്കുന്നു യേശുവേ, നിൻ്റെ കൃപ. സിംഗിൾ പേരൻസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ, നിൻ്റെ കൃപ കൃപ കൃപ. പ്രയാസത്തിൽ പോകുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഡ്രഗ് അഡിക്ഷനിൽ അകപ്പെട്ടിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഈ റനഖിയാന്തെ റോങ് റിലേഷൻഷിപ്പിലായിപ്പെട്ടിരിക്കുന്നവർക്ക് ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, വിടുതൽ കൊടുക്കുന്ന ദൈവം കടന്നു വരണം യേശുവേ. യാ ഹസിയാന്തെ യേശുവേ, കൃപ ചെയ്യണം, കൃപ കൃപ. കർത്താവേ നിൻ്റെ കൃപ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, ഈ പ്രയാസത്തിൻ്റെ കാലഘട്ടത്തിലും നീ ഞങ്ങളെ കർത്താവേ യേശുവെ പരിപാലിക്കുന്നതിനാൽ കൂടാകൂടി സ്തോത്രം. ദൈവമേ ഇന്ന് ഞങ്ങൾ കർത്താവേ ലോകമെമ്പാടും കർത്താവേ ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുന്ന നിൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എസ്പെഷ്യലി COVID-19 ഡ്യൂട്ടിയിലായിരിക്കുന്ന ദൈവമേ ഡോക്ടേഴ്സും നഴ്സസും മറ്റ് ഹോസ്പിറ്റൽ ഭാരവാഹികൾ, സ്റ്റാഫുകൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്നവർ, ഫാർമസിയിൽ വർക്ക് ചെയ്യുന്നവർ, OPയിൽ വർക്ക് ചെയ്യുന്നവർ, കാഷ്വാലിറ്റിയിൽ വർക്ക് ചെയ്യുന്നവർ, ആംബുലൻസ് ഡ്രൈവേഴ്സ് കർത്താവെ യേശുവെ, ഓഫീസിലെ സെക്യൂരിറ്റി ഗാർഡ്സ് കർത്താവെ, ക്ലീനിങ് സ്റ്റാഫ് ഫാദർ ഗോഡ്. ദൈവമേ, ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ യേശുവെ. എമർജൻസിയിലിരിക്കുന്നവർ, കാഷ്വാലിറ്റിയിൽ വർക്ക് ചെയ്യുന്നവർ, റേഡിയോളജിയിൽ വർക്ക് ചെയ്യുന്നവർ, ഫിസിയോതെറാപ്പിയിൽ വർക്ക് ചെയ്യുന്നവർ കർത്താവെ, ബ്ലഡ് ബാങ്കിൽ വർക്ക് ചെയ്യുന്നവർ യേശുവെ, റിസപ്ഷനിൽ വർക്ക് ചെയ്യുന്നവർ കർത്താവെ, ബില്ലിങ്ങിലുള്ളവർ യേശുവെ, നഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ, ഡോക്ടേഴ്സ് കർത്താവെ യേശുവെ,
അഡ്മിൻ കർത്താവെ, ഓപ്പറേഷൻസിലിരിക്കുന്നവർ ദൈവമേ യേശുവെ, അങ്ങനെ എല്ലാ സ്റ്റാഫും ഹല്ലേലൂയ, ക്യാൻറ്റീനിൽ വർക്ക് ചെയ്യുന്നവർ ദൈവമേ, എല്ലാ സ്റ്റാഫും കർത്താവെ, ഹോസ്പിറ്റലിൻ്റെ വിസിനിറ്റിയിലുള്ള എല്ലാ സ്റ്റാഫും കർത്താവെ, അവരുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ക്വാറന്റൈനിൽ ഇരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ കൃപയിൽ നിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവേ. ദൈവമേ യേശുവെ, സങ്കീർത്തനം 91 പ്രൊട്ടക്ഷൻ ക്ലെയിം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കൃപയിൽ കാക്കണേ കർത്താവെ. ദൈവമേ, ഹോസ്പിറ്റൽസിൽ കർത്താവെ അഡ്മിറ്റ് ആയിരിക്കുന്ന പേഷ്യൻസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഏതുവിധ അസുഖമായാലും അവരെ സ്പീഡി റിക്കവറി നീ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ യേശു, നിൻ്റെ കൃപ അയക്കണം, നിൻ്റെ സമാധാനത്തെ അയക്കണം, നിൻ്റെ കർത്താവെ ബലത്തെ അയക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ. ദൈവമേ, ഒരു പ്രത്യാശ കൊടുത്ത് അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ യേശുവെ, സഹായിക്കണേ 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 യേശുവേ. ദൈവമേ, ഹോസ്പിറ്റൽസിൻ്റെ റിസോഴ്സസ് നീ സപ്ലൈ ചെയ്ത് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ കാലഘട്ടത്തിൽ കർത്താവെ യേശുവെ, പല ആൾക്കാരും യേശുവെ ജോലിയെല്ലാം നഷ്ടപ്പെട്ട് പ്രയാസപ്പെടുന്നു കർത്താവെ. അവർക്ക് തിരിച്ച് ജോലികൾ ലഭിക്കുവാൻ തക്കവണ്ണം വഴി തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഫിനാൻഷ്യൽ ട്രബിൾസിൽ പോകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്റ്റുഡൻസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുവാനുള്ള ഒരു ഫോക്കസ് നഷ്ടപ്പെട്ടിരിക്കുന്ന പിള്ളേരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ യേശുവെ, റിയലൈൻ ചെയ്യണം കർത്താവെ യേശുവെ. ഓരോരുത്തരുടെ ലൈഫിനെയും റിയലൈൻ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആരും കർത്താവെ തെറ്റിപ്പോകാതെ യേശുവെ, ദൈവമേ യേശുവെ, റിയലൈൻ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കൃപയിൽ കാക്കണം കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം 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 സമർപ്പിക്കുന്നു കർത്താവെ. ഇന്നത്തെ ദിവസം മുഴുവനായി ഞങ്ങളെ താഴ്ത്തി തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. ദേഹം ദേഹി ആത്മാവ് സമർപ്പിക്കുന്നു കർത്താവെ. നിൻ്റെ കൃപയിൽ ഞങ്ങളെ കാക്കണം, പരിപാലിക്കണം യേശുവെ. ദൈവമേ, ഒരിക്കൽ കൂടെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നിൻ്റെ കരങ്ങളോട് സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും നിൻ്റെ കരങ്ങളോട് സമർപ്പിക്കുന്നു. ഇന്നത്തെ ദിവസം നിൻ്റെ ഹിതം ചെയ്തു തീർക്കുവാൻ നീ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ. ഇന്നത്തെ ദിവസം വേസ്റ്റായി പോകരുത് യേശുവെ. നിൻ്റെ ഹിതപ്രകാരം ജീവിക്കാനുള്ള കൃപ നീ ഞങ്ങൾക്ക് നൽകണം. സർവ്വതം യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയുടെ പിതാവേ. ആമേൻ. സ്തോത്രം 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 സ്തോത്രം. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. All glory, honor and praise to you, Father God. Thank you, Jesus. Thank you, Jesus. Thank you, Father. 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 Thank you, Lord. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.